ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ഹദീസ്, വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ് കേട്ടോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരൊക്കെ ഇത് ശ്രദ്ധിക്കണം, ബാപ്പമാരും പ്രത്യേകം ശ്രദ്ധിക്കണം. ഉമ്മമാർ ഏകദേശം ഈ ഹദീസ്, ഒരുപാട് സഹോദരിമാര് ഈ ഹദീസ് പ്രവർത്തിക്കുന്നവർ. നമ്മളെ ബാപ്പമാരും നമ്മളെ പ്രായം ചെന്ന വീട്ടിലെ ഉപ്പമാരും ഉമ്മമാരൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ഹദീസാണ്. എല്ലാവരും ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം. എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനീങ്ങളെ, ആ ഹദീസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹദ്ദസനാ أبو اليمان أخبرنا شعيب عن زهري حدثنا أبو سلمة بن عبد الرحمن أن أبا هريرة رضي الله عنه قال قبل رسول الله صلى الله عليه وسلم الحسن بن علي وعنده الأقرع بن حابس تميمي جالسا فقال الأقرع إن لي 10 من الولد ما قبلت منهم أحدا فنظر إليه رسول الله صلى الله عليه وسلم ثم قال من لا يرحم لا يرحم. ഈ ഹദീസിന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിപ്പിച്ചു വെക്കേണ്ട ഹദീസാണ്. നിങ്ങളെ ബാപ്പമാരോട് പറഞ്ഞു കൊടുക്കേണ്ട ഹദീസാണ്. നിങ്ങളുടെ ഉമ്മമാരോട്, നിങ്ങളുടെ സഹോദരങ്ങളോട്, പാപ്പമാരോട് ചില സമയങ്ങളിൽ പറഞ്ഞു കൊടുക്കേണ്ട ഹദീസാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. ആരാണ് പറയുന്നത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയുകയാണ്. ആരാണ് പറയുന്നത്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ, മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ പുത്രനായ സ്വന്തം മകളായ ഫാത്തിമത്തു സഹ്റാ ബീബി റളിയല്ലാഹു അൻഹയുടെ മകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കലുണ്ടായിരുന്നു. ചെറിയ മക്കളോട് മുത്തുനബി തങ്ങൾ വല്ലാത്ത ഇഷ്ടം പ്രകടിപ്പിച്ചിരുന്നു. അതാ മുത്തുനബി തങ്ങൾ ചെറിയ മകനായ മുത്ത് ഹബീബായ തങ്ങളുടെ ചെറുമകനായ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ ചുംബിക്കലുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ആ സമയത്ത് അഖ്റ റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ടായിരുന്നു. മുത്തുനബി തങ്ങൾ ചുംബിക്കുന്നത് കണ്ടപ്പോ മഹാനായ അഖ്റ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് 10 സന്താനങ്ങളുണ്ട് നബിയേ. മഹാനായ അഖ്റ റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, എനിക്ക് 10 സന്താനങ്ങളുണ്ട് നബിയേ, എനിക്ക് 10 മക്കളുണ്ട് നബിയേ. ഇന്നലി 10 മിനൽ വലദി മാ ഖബ്ബൽതു മിൻഹും അഹദാ, ഞാൻ അവരിൽ ഒരാളെ പോലും ഇന്ന് വരെ ചുംബിച്ചിട്ടില്ല നബിയേ. എന്റെ 10 മക്കളിൽ ഒരാളെ പോലും ഞാൻ മുത്തം കൊടുത്തിട്ടില്ല നബിയേ. വലിയ അഭിമാനമായി അദ്ദേഹം പറയുന്ന സമയത്ത് ഹസൻ റളിയല്ലാഹു അൻഹുവിനെ അതാ സ്വന്തം മകനല്ല, പിന്നെയോ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹാ സ്വന്തം മകളുടെ മകനായ ചെറുമകനെ ഹസൻ റളിയല്ലാഹു അൻഹുവിനെ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചുംബിച്ചിട്ട് ഈ 10 മക്കൾക്ക് ഇന്ന് വരെ അതാ മുത്തം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ സഹാബിയോട് അഖ്റ റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി തങ്ങൾ പറയുകയാണ്. ഫനളറ ഇലൈഹി, ആ സമയത്ത് പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്
അദ്ദേഹത്തിനെ ഒന്ന് നോക്കി, എന്നിട്ട് പറഞ്ഞു സുമ്മ ഖാല മല്ലാ യർഹമു ലാ യുർഹമു. ഈ ഒരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പാപ്പമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉമ്മാമമാരെ, നിങ്ങൾ എഴുതി വെച്ചോ. അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, അൻഹുവിന് 10 മക്കളുണ്ട്. ആ 10 മക്കളിൽ ഒരാളെ പോലും മക്റ റളിയല്ലാഹു അൻഹു ചുംബിച്ചിട്ടില്ല എന്ന് മുത്തുനബി തങ്ങളോട് പറയുമ്പോ മുത്തുനബി തങ്ങളെ എടുത്ത വായിൽ പറയുന്നു മല്ലാ യർഹമു ലാ യുർഹമു. മോനെ, കരുണ ചെയ്യാത്തവനോട് അല്ലാഹുവും കരുണ ചെയ്യില്ല മോനെ. കരുണ ചെയ്യാത്തവനോട് അല്ലാഹു കരുണ ചെയ്യില്ല. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അപ്പോൾ അതിന്റെ വാചകം, അതിന്റെ അർത്ഥം, അതിന്റെ വിശദീകരണം, അതിന്റെ ഉള്ളടക്കം എന്താണ്? എൻ്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒരു ചെറിയ മോനെ കാണുമ്പോ, ഒരു കുഞ്ഞു വാവയെ കാണുമ്പോ, നമ്മുടെ ചെറുമകളെ കാണുമ്പോ, നമ്മുടെ ചെറുമകനെ കാണുമ്പോ, താരാട്ട് പാട്ടി അമ്മിഞ്ഞ കൊടുത്തുറക്കുന്ന നമ്മുടെ വീട്ടിലെ മക്കളെ കാണുമ്പോ നമ്മളൊന്നെടുത്ത് മുത്തം കൊടുത്താൽ അത് കരുണയാണ്. നബി മുഹമ്മദ് മുസ്തഫ. ആ കരുണ ഒരാൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മകള്, നിങ്ങളുടെ മകന്, നിങ്ങളുടെ ചെറുമക്കൾക്ക്, കുഞ്ഞു വാവയ്ക്ക് ഒരു മുത്തം കൊടുക്കുമ്പോ അല്ലാഹു നിനക്കും അതാ കരുണ നൽകുന്നു എന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ ശ്രദ്ധിക്കേണ്ട ഹദീസാണ്. ഇന്നത്തെ കാലത്ത് മക്കളെ മനസ്സിലാക്കാൻ പറ്റാത്ത മാതാപിതാ മക്കളോട് ചെറിയ മക്കളെ ഉപദ്രവിക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു വയസ്സായ മോള് കുറെ നേരം കഴിയുമ്പോൾ ഒറ്റടിയിട്ട് കൊടുക്കും. വെറുതെ പറയല്ല, പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ട്. ചെറിയ മക്കളെ കരയുമ്പോൾ 2 വയസ്സ്, സുബ്ഹാനല്ലാഹ്, മുത്ത് ഹബീബായ തങ്ങൾ പറയുന്നു, അത്രയും വയസ്സുള്ള മക്കൾ എന്ത് ചെയ്താലും നിങ്ങൾ അടിക്കല്ലേ, നിങ്ങളുടെ കൈയുടെ ബറക്കത്ത് പോകുമെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട മുത്ത് മോമിനീങ്ങളെ, സുബ്ഹാനല്ലാഹ്, ചില ബാപ്പമാരൊക്കെ വലിയ അഭിമാനാണ്, ഭയങ്കര അഭിമാനം പറയും. എന്താണ് എന്റെ വീട്ടിലുള്ള മക്കള് എന്നെ കാണുമ്പോ പേടിച്ചകത്തേക്കോടും, ഞാൻ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഒരു പെരുമ്പാമ്പ് വന്നാലും മക്കള് പേടിച്ചോലെ പോലെ. ഒരു പെരുമ്പാമ്പ് വീട്ടിലേക്ക് കയറി വരികയാണ്, അപ്പൊ മക്കൾ പേടിച്ചു, പെരുമ്പാമ്പ് വരുന്നേന്ന് പറഞ്ഞ് ഒഴിച്ചോളേ. ആ പെരുമ്പാമ്പിനോട് മക്കളോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടാവോ? പെരുമ്പാമ്പിനോട് മക്കളുടെ സ്നേഹം ഉണ്ടാവോ? സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഉപ്പ, ഉമ്മ എന്ന് പറയുന്നത്, ഉപ്പാപ്പ എന്ന് പറയുന്നത്, ഉമ്മാമ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഉറവിടങ്ങളാവണം. സ്നേഹം നമ്മുടെ വീട്ടിന്റെ അകത്ത് മക്കൾക്ക് കൊടുക്കുമ്പോഴേ ആ സ്നേഹം തേടി അവർ പുറത്തേക്ക് പോകാതിരിക്കുകയാണ്. എങ്ങനെ? ഒന്നും കൂടെ നോട്ടിത്തെ പോയിന്റ് ആണ്, എഴുതി വെച്ചോളി. നമ്മളെ മക്കൾക്ക് കൊടുക്കേണ്ട സ്നേഹം നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കൊടുത്തില്ലെങ്കിൽ ആ സ്നേഹം തേടി പുറത്തു പോകുന്ന മക്കളാകുന്ന കാലഘട്ടത്തിലേക്ക് പോകും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് സ്നേഹം കൊടുക്കേണ്ട സമയത്ത് സ്നേഹം കൊടുക്കണം. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് കരുണയാണ്, 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 കരുണയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലാഹുവേ, ഞങ്ങളെ മക്കളെ സ്നേഹിക്കാനും, ഞങ്ങളെ മക്കളെ അതാ സ്നേഹിക്കാനും, ഞങ്ങളെ മക്കൾക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കാനും, അല്ലാഹുവേ, മാതാപിതാക്കളോടുള്ള സ്നേഹം അവർക്ക് എന്താണെന്ന് അറിയാനും നീ ഉദവി നൽകണേ അല്ലാ. നീ സൗഭാഗ്യം നൽകണേ അല്ലാ.
സ്നേഹം കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്നേഹത്തിലേക്ക് ഒരാളും പോകൂല. ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുമ്പോ, ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുമ്പോ, മക്കള് മാതാപിതാക്കളെ സ്നേഹിക്കുമ്പോ, മാതാപിതാക്കള് മക്കളെ സ്നേഹിക്കുമ്പോ, അകമറിഞ്ഞ് മനസ്സറിഞ്ഞ് സ്നേഹിക്കുമ്പോ പിന്നെ അവരുടെ ലോകം അവരുടെ ഭർത്താവാണ്, അവരുടെ ഭാര്യയാണ്. മക്കൾക്ക് അവരുടെ മാതാപിതാക്കളാണ്. അവർക്ക് വേദനയുള്ള ഒരു കാര്യവും അവരിൽ നിന്നുണ്ടാവുകയില്ല. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമൂമിനീങ്ങളെ, സ്നേഹം കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണോ? മക്കളെ സ്നേഹിക്കേണ്ട സമയത്ത് നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ആ മക്കള് ആ സ്നേഹം തേടിയിട്ട് എവിടെങ്കിലും പോകുമ്പോ പിന്നെ നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവേ, ഞങ്ങളെ കാത്ത് രക്ഷിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഹബീബായ തങ്ങളാണ് പറയുന്നത്, നിങ്ങളെ മക്കളോട് നിങ്ങൾ കാണിക്കുന്ന സ്നേഹമുണ്ടല്ലോ. ചെറിയൊരു മിഠായി വാങ്ങിക്കൊണ്ട് കൊടുത്തു, ചെറിയൊരു മിഠായി വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഒരു മഞ്ചാണ് വാങ്ങിച്ചു കൊടുത്തതല്ലെങ്കിൽ വേറെന്തൊക്കെയോ പേരുണ്ടല്ലോ, ആ ഡയറി മിൽക്ക് പോലുള്ളത് വാങ്ങിക്കൊടുത്തു. ഇത് പറയുമ്പോ മക്കളെല്ലാരും കൂടെ ഇന്ന് പരിപാടി കഴിഞ്ഞിട്ട് ആ ഉസ്താദ് പറഞ്ഞ് ഡയറി മിൽക്ക് വാങ്ങി തരണം, മഞ്ച് വാങ്ങി തരണം എന്ന് പറഞ്ഞ് ഉപ്പാനും ഉമ്മാനും ബുദ്ധിമുട്ടിക്കാൻ നിൽക്കണ്ട കേട്ടോ. ആ അങ്ങനല്ല പറഞ്ഞേ. അതൊക്കെ എനിക്കൊക്കെ കഴിക്കുന്നതല്ലാണ്. എപ്പോഴും ഈ ചോക്ലേറ്റുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പല്ല് ശരീരം കുറെ പ്രശ്നങ്ങളുണ്ട്. മധുരം അധികം കഴിച്ചു കഴിയുമ്പോൾ പ്രത്യേകിച്ച് മക്കളൊക്കെ അത് വളരെ ശ്രദ്ധിക്കേണ്ടുള്ള വിഷയമാണ്. അപ്പൊ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളെ മക്കളോടുള്ള സ്നേഹം കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കൊടുത്തു കഴിഞ്ഞാൽ ഉപകാരമുള്ളത് വാങ്ങിക്കൊടുക്കണം. അവർ നശിച്ചു പോകുന്നത് വാങ്ങിക്കൊടുക്കാൻ പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, 10ാം ക്ലാസ് ജയിച്ചു കഴിഞ്ഞാൽ R15 സ്കൂട്ടർ എടുത്തു കൊടുക്കുന്ന വാപ്പന്മാരുള്ള കാലമാണ് അല്ലേ? +2 ജയിച്ചു കഴിഞ്ഞാൽ നല്ല സ്പീഡ്. 10ാം ക്ലാസ്സിൽ 200 മൈൽ സ്പീഡാണെങ്കിൽ +2 400 മൈൽ നല്ല അടിപൊളി സ്പീഡ് എൻ്റെ മോൻ പോകട്ടെ. സുബ്ഹാനല്ലാഹ്, എത്ര പേര് മരണപ്പെട്ടു പോയി. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എൻ്റെ കുടുംബത്തിൽ ഒരകന്ന ഫാമിലി തന്നെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ ജയിച്ചു. സുബ്ഹാനല്ലാഹ്, ഉപ്പ വാങ്ങിക്കൊടുത്തത് ഭയങ്കര കൂടിയൊരു ബൈക്കാണ്. ഓനാ ബൈക്ക് ഓടിച്ചിട്ട് സുബ്ഹാനല്ലാഹ് ആക്സിഡന്റ് ആയിട്ട് ഭയങ്കര ആക്സിഡന്റ് ആയിട്ട് ഇന്നും ആ മോന് കാലിന് സ്വാധീനമില്ല. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ മക്കളെ നമ്മളായിട്ട് വഴികേടിലാക്കരുത്. അതുപോലെ തന്നെ മൊബൈൽ ഫോണുകൾ, അവർക്ക് പക്വതയും മനസ്സിലാക്കാനും ശരിയെന്താണ് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പ്രായമുള്ള സമയത്ത് ഇതൊക്കെ വാങ്ങിക്കൊടുക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പറയുന്നത് മക്കൾക്ക് ഉപകാരമുള്ള എന്ത് നിങ്ങൾ ചെയ്തു കൊടുത്താലും അത് കരുണയാണ്. നബിയുനാ മുഹമ്മദ് മുസ്തഫ ആ കരുണ നിങ്ങൾ ചെയ്യുമ്പോ അല്ലാഹു നിങ്ങൾക്ക് കരുണ ചെയ്യുന്നതാണ്. നബിയേ മുഹമ്മദ് മുസ്തഫ ആ കരുണയാണ് നമുക്ക് വേണ്ടത്. ഒരു മോനെ കാണുമ്പോ എന്താ മോനിപ്പോ ഗൾഫിൽ പോകുമ്പോ അതല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് വരുമ്പോ 15 വയസ്സായി ഉസ്താദേ, ഞാൻ അങ്ങനെ മുത്തം കൊടുക്കുക. എന്താ മുത്തം കൊടുക്കുന്നത്? സ്വന്തം മകനല്ലേ, സ്വന്തം മോളല്ലേ, അന്യരല്ലല്ലോ, അന്യ പെണ്ണല്ലോ, അന്യ ആളല്ലല്ലോ. എത്ര വയസ്സ് അവർക്ക് കൊടുക്കേണ്ട സ്നേഹം നമ്മളെ പെണ്ണുങ്ങളെ കുറിച്ച് ചിന്തിച്ചു നോക്കേ. 30 വയസ്സായാലും ഒരു ഉമ്മ മോന് ഒരു മുത്തം കൊടുത്താൽ ആ മോന് എന്തൊരു സന്തോഷമായിരിക്കും. തിരിച്ചു ഉമ്മാക്ക് മുത്തം കൊടുത്താൽ, ബാപ്പാക്ക് കൊടുത്താൽ. എന്റെ പ്രിയപ്പെട്ടവരെ, അതാ മക്കളോട് കരുണ കാണിക്കുന്നവന് ഒരിക്കലും പരാജയപ്പെടൂല. നബി മുഹമ്മദ് മുസ്തഫ. ഇന്നത്തെ ഹദീസ് വളരെ വിശദീകരിച്ച് പറയേണ്ട ഹദീസ് ആയതുകൊണ്ട് ഇത്രയും സമയമെടുത്ത് പറഞ്ഞതാണ്.